നമ്മുടെ സ്വന്തം അപ്പിയറൻസിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഒരു ഉദാത്തമായ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആസ് എ ഹെൽത്ത് കൺസേണിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ടീത്തിനെ കുറച്ചുകൂടി ഒന്ന് വിപുലീകരിച്ചെടുത്താൽ, അല്ലെങ്കിൽ ആ ഒരു നോർമലി ഉള്ള റാ എന്നുള്ള അല്ലെങ്കിൽ യു എന്നുള്ള ഷേപ്പിലോട്ട് അലൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ചുകൂടി നമ്മുടെ ഓറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. പല്ലിൽ കമ്പിയിടുന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് ഓരോരുത്തരുടെ ഉത്തരം വ്യത്യാസമായിരിക്കും. ആസ് എ ഡോക്ടർ പല്ലിൽ കമ്പിയിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിന് വേണ്ടി എന്ന് പറയാം. DIY ആയിട്ട് കുറേ അലൈനേഴ്സ് വരുന്നുണ്ട്. ഇപ്പം ആമസോണിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വേണമെങ്കിൽ സ്വന്തം രീതിയിൽ ഒട്ടിക്കാന്നുള്ള രീതിയിൽ. അത് പക്ഷേ കസ്റ്റമൈസ്ഡ് ഒന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറിന്റെ ഗൈഡൻസ് ഇല്ലാതെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അലൈനർ മാറ്റി വെച്ചിട്ട് ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഡോക്ടർ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് തന്നെ സ്വന്തമായിട്ട് ആ വ്യക്തിക്ക് തന്നെ സ്വന്തമായിട്ട് ഇളക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള മെഡിക്കൽ ഗ്രേഡ് സിലിക്കോണിൽ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവാണ് ഈ അലൈനർ എന്ന് പറയുന്നത്. ഒരാളിന് 18 വയസ്സൊക്കെ ആകുമ്പോൾ വിസ്ഡം കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. 18 വയസ്സാണ് വിസ്ഡം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 3 മാസത്തിനുള്ളിൽ പല്ല് വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പത്തോളജിക് ഒരു മൈഗ്രേഷൻ എന്ന് പറയും. എതിരെ ഒരു പല്ല് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള 2 സൈഡിലുള്ള പല്ലുകൾ ഇങ്ങോട്ട് നീങ്ങി വരാം. ഇപ്പൊ താഴെയുള്ള പല്ലുകൾ പോയിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള പല്ല് താഴോട്ട് ഇറങ്ങി വരാം. തിരിച്ചാണെങ്കിൽ താഴത്തെ സുപ്ര എറപ്ഷൻ എന്ന് പറയും. ഒരു കഥ പറയാനുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് ആള് ഫസ്റ്റ് ഇയർ നഴ്സിംഗ് ആണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്. ആള് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കളിക്കെടുക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ തമാശക്ക് ചോദിക്കും, നിനക്ക് വലുതാകുമ്പോ ആരാവണോന്ന് ചോദിക്കും. പറയും, എനിക്ക് വലുതായിട്ട് പല്ലേ കമ്പിയിട്ട് സുന്ദരിയാവണം. അതായത് പല്ലേ കമ്പിയിടുക എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ എന്തോ ഒരു സാധനമാണ്. കുഞ്ഞു പിള്ളേര് തൊട്ടേ അങ്ങനെ വിചാരിക്കുന്നത്. ശരിക്കും പല്ലി കമ്പിയിടുന്നത് എന്തിനു വേണ്ടി? പറഞ്ഞ സൗന്ദര്യമാണോ അത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ പല്ലി കമ്പിയിടുന്നത്? പല്ലിൽ കമ്പിയിടുന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് ഓരോരുത്തരുടെ ഉത്തരം വ്യത്യാസമായിരിക്കും. ആസ് എ ഡോക്ടർ പല്ലിൽ കമ്പിയിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിന് വേണ്ടി എന്ന് പറയാം. കാരണം പല്ലിൽ നിരതെറ്റിയ പല്ലുകൾ ഇപ്പൊ ഒബ്വിയസ്ലി അഞ്ജു പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കോൺഫിഡൻസിന്റെ ഒക്കെ ഒരു ഇതായിട്ട് പറയാം, ഒരു റിഫ്ലക്ഷൻ ആണ് അത്. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിന്റെ അക്സെപ്റ്റൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടീനേജ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ആ ഒരു എന്താണ് പറയേണ്ടത്, മുഖത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു ഭംഗിക്ക് അതിന് മാറ്റ് കൂട്ടുന്ന ഒന്ന് തന്നെയായിരിക്കും ടൂത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ടൂത്തിന്റെ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൂത്ത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കണമെന്ന് പറയുന്നത് ഓവറോൾ ഹെൽത്തിനെയും കൂടെ ബാധിക്കും, നമ്മുടെ ഫോണറ്റിക്സിനെയും ബാധിക്കും. അതായത് സ്പീച്ച് പലപ്പോഴും ചില പ്രത്യേകതര വാക്കുകളോ അക്ഷരങ്ങളോ ഒക്കെ ഉച്ചരിക്കാനായിട്ടും ചില പല്ലുകളുടെ പൊസിഷൻ കാരണം അല്ലെങ്കിൽ താടിയലിന്റെ പൊസിഷൻ കാരണമൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ശരിക്കും അവിടുത്തെ ഡിസ്ക്രിപ്പൻസിയെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കാറുണ്ട്. അതായത് നമ്മുടെ ഈ ദന്തക്രമീകരണ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഓർത്തഡോണ്ടിക്സിൽ വരുന്ന മാലൊക്ലൂഷൻ എന്ന് പറയുന്നത് ദന്തക്രമീകരണ വൈകല്യങ്ങൾ 3 ലെവലിലാണ് അഡ്രസ്സ് ചെയ്യുക. അതായത് ചിലത് പല്ലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും ഡെന്റൽ പ്രോബ്ലംസ് എന്ന് പറയും. ചിലപ്പോൾ പല്ല് നോർമൽ ആയിരിക്കും, പല്ലിനെ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട 2 അസ്ഥികളുണ്ട്, കീഴ്ത്താടിയും മേൽത്താടിയും ഉണ്ട്, മാൻഡിബിളും മാക്സിലും ഉണ്ട്. ആ അസ്ഥിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും, അല്ലെങ്കിൽ ഡീഫോമിറ്റീസ് ആയിരിക്കും, സ്കെലിറ്റൽ പ്രോബ്ലംസ് എന്ന് പറയും. 3ാമത് ഇത് 2 നോർമൽ ആയിരിക്കും, പക്ഷേ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മൃദുവായിട്ടുള്ള കലകളിൽ നമ്മുടെ മോണയിലോ ചുണ്ടിലോ ഒക്കെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളായിരിക്കും, അത് കാരണം ഉണ്ടാകുന്ന അനോമലീസും ആയിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഇത് കമ്പി ഇടുക എന്ന് പറയുന്നത് പല്ല് സ്ട്രാറ്റജിക്കലി നല്ലൊരു പൊസിഷനിൽ എത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചവയ്ക്കുന്നതിനെയും നമ്മുടെ സംസാരത്തിനെയും ഒക്കെ തന്നെ നന്നായിട്ട് തന്നെ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പൊ പല്ലുകൾ നിരതെറ്റി ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ ഇടയിലോട്ട് കയറിയിട്ട് അത് മോണരോഗത്തിനോട്ട് വഴിവെക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി അവിടെ കേട് പല്ലിൻ്റെ ഇടയിൽ, ആ പല്ലുകളുടെ ഇടയിൽ, അതായത് നമുക്ക് ഇപ്പോൾ ക്രൗഡഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് എത്ര ശ്രമിച്ചാലും നന്നായിട്ട് ബ്രഷ് അതിൻ്റെ ഇടയിലോട്ട് കയറ്റാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മളൊരു ആർച്ച് കറക്റ്റായിട്ട് അലൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നമുക്ക് ഹെൽത്തി ആയിട്ട് വെക്കാനും സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഏതാണ് നമ്മൾ ഒരു നോർമായിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെ നമ്മളൊരു ബ്യൂട്ടിയുടെ കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബോഡി ഷേമിംഗ് ഒന്നും പാടില്ല എന്നുള്ളൊരു കാലഘട്ടത്തിനകത്ത് ഇപ്പം അവനവന് നമ്മുടെ സ്വന്തം അപ്പിയറൻസിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഒരു ഉദാത്തമായ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആസ് എ ഹെൽത്ത് കൺസേണിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ടീത്തിനെ കുറച്ചുകൂടി ഒന്ന് വിപുലീകരിച്ചെടുത്താൽ, അല്ലെങ്കിൽ ആ ഒരു നോർമലി ഉള്ള റാ എന്നുള്ള അല്ലെങ്കിൽ യു എന്നുള്ള ഷേപ്പിലോട്ട് അലൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ
കുറച്ചുകൂടി നമ്മുടെ ഓറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില കേസുകളിൽ സ്പീച്ചിനെ ബാധിക്കുന്ന തരത്തിലുള്ള മാലക്ലൂഷൻ ആണെന്നുണ്ടെങ്കിൽ സ്പീച്ചിനകത്തും ഒരു ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെന്റിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില കേസുകളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ചിലര് അതുമായിട്ട് അഡാപ്റ്റഡ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അഡാപ്റ്റഡ് ആയിട്ട് പോയിട്ടുള്ളതിൽ അവർക്ക് ചിലപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തൊരു കോമ്പൻസേറ്ററി മാലക്ലൂഷൻ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ കൂർക്കം വലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കേസുകളിലൊക്കെ തന്നെ ബോഡി ചിലപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്നുള്ള രീതിയിൽ ഒരു മാലക്ലൂഷനുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടാകാം. അപ്പോൾ അതിനെ പെട്ടെന്ന് മാറ്റുന്നത് ചിലപ്പോൾ അവരുടെ ആ ഒരു ഫംഗ്ഷനെ ചിലപ്പോൾ തകിടം മറിച്ചേക്കാം. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ ഇതിനകത്തൊരു ഫങ്ഷണൽ അനാലിസിസ് എന്നൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ എയർവേ ഒക്കെ തന്നെ നോക്കിയിട്ട് നമ്മുടെ ശ്വാസം, നമ്മുടെ സംസാരം, നമ്മുടെ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ഈ ചവച്ചറിയ ഡിഗ്ലൂട്ടീഷൻ, അപ്പോൾ ഈ എല്ലാ ഫംഗ്ഷനും ഈ ഒരു ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ അത് സഹായകരമാണോ എന്നുള്ളതാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അത് സഹായകരമാണോ, ഇതിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളതിനെ മുൻനിർത്തിയിട്ടായിരിക്കണം നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് തന്നെ ചില പല്ലുകൾ, ഇപ്പോൾ ചില കേസുകളിൽ 4 പല്ലുകൾ എടുത്ത് നമുക്ക് അവിടെ കമ്പിയിടേണ്ടതായിട്ട് വരാം. ചില കേസുകളിൽ പല്ലിൽ കമ്പിയിടേണ്ടതായിട്ടുള്ള പല്ലെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അതിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ കമ്പി ഇടാം, ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ് ഉണ്ട്, പുറമേക്ക് കാണാത്ത രീതിയിൽ ഇടാം. അതിൽ തന്നെ സെറാമിക് ബ്രാക്കറ്റുകളുണ്ട്. പിന്നെ ഏറ്റവും പുതിയൊരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ക്ലിയർ അലൈനേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പല രീതിയിലുള്ള ക്ലിയർ അലൈനേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നമ്മളിപ്പോൾ പല ഈ കെണികളിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. DIY ആയിട്ട് കുറേ അലൈനേഴ്സ് വരുന്നുണ്ട്. ഇപ്പം ആമസോണിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വേണമെങ്കിൽ സ്വന്തം രീതിയിൽ ഒട്ടിക്കാന്നുള്ള രീതിയിൽ. അത് പക്ഷേ കസ്റ്റമൈസ്ഡ് ഒന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പം 5 ഓർഡർ ചെയ്താലും ഞാൻ ഓർഡർ ചെയ്താലും ഒക്കെ ഒരേ രീതിയിലുള്ള സാധനമായിരിക്കും കിട്ടുന്നത്. അപ്പം എപ്പോഴും നമ്മുടെ ഓരോ വ്യക്തിയും ഒരു ഇൻഡിവിജ്വലി വ്യത്യാസമുള്ള ആളായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറിന്റെ ഗൈഡൻസ് ഇല്ലാതെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുമ്പോഴും അത് കൃത്യമായിട്ടുള്ള ഒരു ബ്രാൻഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആ അലൈനേഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. അലൈനേഴ്സ് ഈ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു ഹൈപ്പ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നത് കൃത്യമായിട്ടുള്ള അതെ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ 2004 മുതലേ പ്രൂവൺ ആയിട്ടുള്ള ഒരുപാട് ഡേറ്റ ഉള്ള ഒരു ബ്രാൻഡാണ് ഇൻവിസലൈൻ എന്ന് പറയുന്നത്. ഇൻവിസലൈൻ ആദ്യമായിട്ട് സിയ ക്രിസ്റ്റി എന്ന് പറയുന്ന ആള് അത് കൊണ്ടുവന്നതാണ് ഇൻവിസലൈൻ എന്ന് പറയുന്നത്. അത് US ബേസ്ഡ് ടെക്നോളജിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവിസലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സ്മാർട്ട് ട്രാക്ക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് ആപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രോഗ്രസ് ഒക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിന് ഏതാണ്ട് 99.5% തന്നെ സക്സസ് റേറ്റ് ഉള്ളതാണ്. അപ്പോൾ ചില ഇന്ത്യൻ ബ്രാൻഡിനും ഏതാണ്ട് 95% ഒക്കെ സക്സസ് റേറ്റ് ഉണ്ട്. ബാക്കിയുള്ള കുറേ ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ പുതുതായിട്ടൊക്കെ ഇപ്പോൾ 3 മാസം കൊണ്ടോ കഴിഞ്ഞ 2 വർഷം കൊണ്ടോ ഒക്കെ വന്നിട്ടുള്ള ബ്രാൻഡ്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ഇപ്പം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇൻവിസലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗംസുമായിട്ട് കുറച്ചുകൂടി താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സ്കാലപ്പിംഗ് ഒക്കെ ഉള്ള ഓരോ പല്ലിൻ്റെയും ഡിസൈൻ അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അലൈനേഴ്സിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള ബ്രേസസ് ഇടുമ്പോഴത്തേക്കും ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും ആഹാരം കഴിക്കുന്നതിൽ. അതായത് നമുക്കറിയാം, കമ്പ്യൂട്ടറുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, ഒരുപാട് കട്ടിയുള്ള വസ്തുക്കളൊന്നും കഴിക്കാൻ പറ്റില്ല. ചിക്കൻ്റെ ലെഗ് പീസ് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു 1.5 വർഷം ഇപ്പം പേരയ്ക്ക കഴിക്കാൻ പറ്റില്ല, ആപ്പിൾ കഴിക്കാൻ പറ്റില്ല, മുറുക്ക് കഴിക്കാൻ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അലൈനേഴ്സിൻ്റെ 3 അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കളൊക്കെ കഴിക്കാം അലൈനർ മാറ്റി വെച്ചിട്ട്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഡോക്ടർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് തന്നെ സ്വന്തമായിട്ട് ആ വ്യക്തിക്ക് തന്നെ സ്വന്തമായിട്ട് ഇളക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള മെഡിക്കൽ ഗ്രേഡ് സിലിക്കോണിൽ ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുവാണ് ഈ അലൈനർ എന്ന് പറയുന്നത്. അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചൂടുവെള്ളം കുടിക്കുന്ന സമയത്തും അത് മാറ്റി വെക്കണം. തണുത്ത വെള്ളം കുടിക്കുമ്പോഴും നമുക്കത് വെച്ചുകൊണ്ട് തന്നെ കുടിക്കാം. അപ്പോൾ ദിവസവും നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എന്ത് ഭക്ഷണവും കഴിക്കാം. കഴിച്ചതിന് ശേഷം വൃത്തിയായി കഴുകിയതിന് ശേഷം തിരിച്ച് ഈ അലൈനർ ധരിച്ചാൽ മതിയാവും. ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ നോക്കുമ്പോൾ കുറവാണ്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ബ്രേസസ് ഇടുമ്പോഴത്തേക്കും നമുക്കൊരു 18 മുതൽ 24 മാസങ്ങൾ, അതായത് 1.5 വർഷം മുതൽ ചിലപ്പോൾ 2 വർഷം വരെയൊക്കെ നീണ്ടേക്കാം. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 6 മാസം മുതൽ 7 മാസം കൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും. പിന്നെ നമ്മളിപ്പോൾ ഒരു ഈ മീഡിയയിലോ അല്ലെങ്കിൽ ഫിലിം ഫീൽഡോ സീരിയൽ ഫീൽഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പബ്ലിക് അപ്പിയറൻസ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. ഇത് ട്രിക്കാണെന്ന് ആരും മനസ്സിലാക്കില്ല. മറ്റേ ബ്രേസസ് ആകുമ്പോൾ നമ്മുടെ ഫോട്ടോയിലൊക്കെ ഇത് കാണുന്നതിൻ്റെ ഒരു അഭംഗിയും കൂടി ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ
ഒരു അഡ്വാൻറ്റേജ് അലൈനറിനുണ്ട്. തിരിച്ചു പറയുമ്പോൾ കോസ്റ്റ് ഫാക്ടർ നോക്കുമ്പോൾ കുറച്ചുകൂടി അതിനേക്കാളും ഒരു 3x കൂടുതലായിരിക്കും. കൺവെൻഷണൽ ബ്രേസസിൻ്റെ ഒരു മിനിമം ഒരു 3 മടങ്ങെങ്കിലും റേറ്റ് കൂടുതലായിരിക്കും നമ്മുടെ അലൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരിതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഏത് വേണമെന്നുള്ളത് ഇത് നമ്മുടെ ആ വ്യക്തിയുടെ തന്നെ ചോയ്സാണ്. അത് രണ്ടിൻ്റെ ഇടയിൽ വരുന്ന SLB എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി കൂടിയുണ്ട്, സെൽഫ് ലൈഗേറ്റിംഗ് ബ്രേസസ്. അതായത് മറ്റേനോളം സമയം എടുക്കില്ല, അലൈനറിനേക്കാളും സമയം എടുക്കും, മറ്റേ കൺവെൻഷനിൽ അത്രയും സമയം എടുക്കില്ല. ഒരു 12 മുതൽ 13 മാസം കൊണ്ടൊക്കെ തീരുന്ന സെൽഫ് ലൈഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിൽ തന്നെ ആ മുത്തിൽ തന്നെ ഇൻഹറന്റ് ആയിട്ട് കുറച്ച് ടോർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് സെൽഫ് ലൈഗേറ്റിംഗ്. കുറച്ചൊക്കെ നമ്മുടെ എല്ലാ മാസവും ഡോക്ടറിനെ കാണണമെന്നില്ല, മറ്റേ നമ്മുടെ എല്ലാ മാസവും വന്ന് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്, കമ്പി മുറുക്കേണ്ടതായിട്ടുണ്ട് കൺവെൻഷണൽ ആയിട്ടുള്ള ബ്രേസ് ആണെങ്കിൽ. അപ്പോൾ ഈ SLBയിൽ 2 മാസത്തിലോ 3 മാസത്തിലോ ഒരിക്കൽ കണ്ടാൽ മതിയാവും. അതിൽ തന്നെ കുറച്ച് ഇൻഹറന്റ് ടോർക്ക് ഉള്ളതുകൊണ്ട് പല്ല് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചും കൂടെ ഒന്ന് മൂവ് ചെയ്ത് വരും. പിന്നെ മറ്റതിന്റെ അത്ര ഒരു ബുദ്ധിമുട്ടും ഇല്ല ധരിക്കാനായിട്ട്. അലൈനേഴ്സ് ആകുമ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഓക്കെയാണ്, പക്ഷേ മസ്റ്റായിട്ട് റിവ്യൂ കാണണമെന്നില്ല. പിന്നെ ചില കേസുകളിൽ നമ്മളിപ്പോൾ പല്ലെടുക്കുന്നതിന് പകരം അലൈനറിൽ ചെയ്യുന്നത് IPR എന്ന് പറയും, ഇന്റർ പ്രോക്സിമൽ ആയിട്ടുള്ള ഈ സ്ട്രിപ്പിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്റർ പ്രോക്സിമൽ ആയിട്ട് നമ്മൾ അതിന് റിഡക്ഷൻ അല്ലെങ്കിൽ സ്ട്രിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് പല്ലുകളുടെ ഇടയിൽ ഒരു 0.2 മുതൽ 0.5 മില്ലിമീറ്റർ വരെയുള്ള നേർത്ത ഗ്യാപ്പുകൾ ഇടാറുണ്ട്. അപ്പോൾ ചില കേസുകളിൽ നമ്മളിപ്പോൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ട്രേസ് ആണ്, ഒരു സെറ്റ് ഒരാഴ്ചയോ 2 ആഴ്ചയോ വെച്ചിട്ടായിരിക്കും, എന്നിട്ടായിരിക്കും അടുത്ത സെറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ചില പേഷ്യൻസിന് ചിലപ്പോൾ ഒരു 5-6 സെറ്റ് വെച്ചതിന് ശേഷമായിരിക്കും, ഒരു പൊസിഷനിലോട്ട് എത്തിയതിന് ശേഷമായിരിക്കും IPR ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇടയ്ക്ക് വരേണ്ടതായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നോർമലി അത് ഫിക്സ് ചെയ്തിട്ട് കഴിയുന്നത് വരെയും ഒരു വീഡിയോ കോൾ വഴി ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. കുട്ടികൾക്ക് ഏത് പ്രായം മുതലാണ് പല്ലിൽ കമ്പിയിടുന്നത്? കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അതായത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ക്രോസ് ബൈറ്റ് എന്ന് പറയും, അതായത് നമ്മുടെ ശരിക്കും മേൽത്താടിയിലെ പല്ല് വേണം കീഴ്ത്താടിയിലെ പല്ലിനേക്കാൾ ഒരു 2 മില്ലിമീറ്റർ ഫ്രണ്ടിലോട്ട് നിൽക്കാനായിട്ട്. ഇപ്പൊ ചില കേസുകളിൽ നമ്മളിങ്ങനെ തിരിച്ചു വരും, അതിനാണ് ക്രോസ് ബൈറ്റ് എന്ന് പറയുന്നത്. കീഴ്ത്താടിയിലെ പല്ല് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന കേസുണ്ട്. അപ്പോൾ ക്രോസ് ബൈറ്റ് കാണുന്ന മാത്രയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു 8 മുതൽ 10 വയസ്സുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും കുട്ടികളുടെ സ്മൈൽ അത്ര ഭംഗിയുള്ളതായിരിക്കണമെന്നില്ല. നമ്മൾ അഗ്ലി ഡക്ലിംഗ് സ്റ്റേ എന്ന് പറയും. അപ്പോൾ ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെർമനന്റ് ആയിട്ടുള്ള കോമ്പല്ലിന്റെ വേര് കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ബോഡി തന്നെ കുറേയൊക്കെ കറക്റ്റ് ചെയ്യും. സെൽഫ് കറക്റ്റിംഗ് അനോമലീസ് എന്നാണ് പറയുക. അപ്പോൾ സെൽഫ് കറക്റ്റിംഗ് അനോമലീസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു 10-11 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഇത് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഡിസ്പാരിറ്റി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുട്ടികളുടെ ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് ഒന്ന് ഒരു ഇന്റർസെപ്റ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്. ആദ്യമൊക്കെ ഇന്റർസെപ്റ്റീവ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെന്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഓർത്തഡോണ്ടിസ്റ്റിലോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ചില ഹാബിറ്റ്സ് ഉണ്ട് കുട്ടികളിൽ കാണുന്നത്. ഇപ്പൊ തം സക്കിങ്, വിരലൂറുന്ന ശീലം, അല്ലെങ്കിൽ നഖം കടിക്കുന്ന ശീലം, വായ തുറന്നു വെച്ച് ഉറങ്ങുന്ന ശീലം. അപ്പൊ അത്തരത്തിലുള്ള ചില ശീലങ്ങൾ 5 വയസ്സിന് ശേഷം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവെൻഷൻ ഇടയ്ക്ക് ഈ ഹാബിറ്റ് കറക്ഷൻ അപ്ലയൻസസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി ഉടനെ ഈ ഉപകരണങ്ങളിലോട്ട് പോവുകയല്ല. തംസക്കിങ് അല്ലാതെ വേറെ ഈ നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് ആയിട്ട് മാറ്റാൻ പറ്റുമെന്നാണ് ആദ്യം നോക്കുന്നത്. എന്തെങ്കിലും കയ്പുള്ളതോ എരിവുള്ളതോ ആയിട്ടുള്ള ലായനികൾ തേച്ച് കൊടുക്കുക. ഈ തമ്പ് ഇങ്ങോട്ട് എത്തുന്നോണ്ടാണല്ലോ സക്ക് ചെയ്യുന്നത്, അപ്പോൾ തള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൈ സ്പെഷ്യൽ ഷർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷർട്ടൊക്കെ ഉണ്ട്, വെൽക്രോ ഘടിപ്പിച്ച. അപ്പോൾ നമ്മുടെ തമ്പ് ഇങ്ങനെ വന്നിങ്ങനെ സ്റ്റോപ്പായി നിൽക്കും. അപ്പോൾ രാത്രിയിൽ എത്ര ചെയ്താലും ഇതങ്ങോട്ട് എത്തില്ല. അപ്പം അങ്ങനെയുള്ള ഡ്രസ്സസ് കൊടുക്കാം. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിൽ തം ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിരലുറ പോലത്തെ ഒരു അക്രിലിക് നിർമ്മിതമായിട്ടുള്ള ഒരു വീടുണ്ട്, തം ഹോം എന്നാണ് പറയുന്നത്. അപ്പോൾ കോഴിയെ നമ്മൾ കോഴിക്കൂട്ടിലാക്കുന്ന പോലെ, അല്ലെങ്കിൽ പട്ടിയൊക്കെ നമ്മൾ നായക്കുട്ടിയൊക്കെ കൂട്ടിലാക്കുന്ന പോലെ ഈ തമ്പിനും രാത്രി കിടന്ന് ഉറങ്ങണം, ഒരു കൂടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു വീട്ടിലാക്കാന്ന് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തം ഹോം കൊടുക്കുക എന്നുള്ളത് ഒരു കോൺസെപ്റ്റാണ്. ഒരു പ്രത്യേകതരം മോറൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന പോലെ ഒരു കരടിയുടെ കഥ പറഞ്ഞിട്ട് ദ ലിറ്റിൽ ബിയർ ഹൂ സക്ഡ് ഹിസ് തമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാ പുസ്തകമൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തൊരു വളരെ സുന്ദരനായിട്ടുള്ള ഒളിവർ എന്ന് പറഞ്ഞൊരു കരടി ഈ തം സക്കിങ് ചെയ്തിട്ട് പിന്നെ വിരൂപനാകുന്നതും പിന്നെ വനദേവത പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മറ്റേ കോടാലി ചോദിച്ചതുപോലെയുള്ള ഒരു കഥയാണ്. അപ്പോൾ ഈ തം സക്കിങ് നിർത്തുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ നല്ല രൂപത്തിലാക്കാന്ന് പറയുന്നതുമാണ്. അതിപ്പോൾ ആ മോറലൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിത് കേട്ടിട്ട് സ്വന്തമായിട്ട് ഈ ഒരു ഹാബിറ്റ് നിർത്തി പോട്ടെ എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ചില ഫാർമക്കോളജിക്കൽ അല്ലാത്ത സൈക്കോളജിക്കലായിട്ടുള്ള പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചിട്ട് ഏറ്റിലെങ്കിലാണ് നമ്മൾ ഈ ഉപകരണങ്ങളിലോട്ട് പോകേണ്ടത്. അബാക്കസ് പോലെ നമ്മുടെ സ്ലേറ്റിലുള്ള അബാക്കസ് ഉണ്ടല്ലോ, ഈ മുത്തുകൾ
അബാക്കസിന്റെ രീതിയിൽ മുത്തുകൾ ഘടിപ്പിച്ച ഉപകരണമാണ് ബ്ലൂ ഗ്രാസ് അപ്ലയൻസ് എന്ന് പറയും. അപ്പൊ കുഞ്ഞിന്റെ ശ്രദ്ധ ഈ മുത്തുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതിലോട്ട് നമുക്കതൊരു വികേന്ദ്രീകരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡീസെൻട്രലൈസ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ തമ്പ് കൂടുതലായിട്ട് അതിന്റെ പ്രഷർ ടൂത്തിന്റെ ഇന്നർ സർഫസിലോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ തള്ളാനുള്ളൊരു സാധ്യതയുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുള്ള ഇതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള അപ്ലയൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ വാ തുറന്നു വെച്ച് ഉറങ്ങുന്ന കുട്ടിയാണെങ്കിൽ ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് അപ്ലയൻസ് ഉണ്ട്. അപ്പോൾ അത് മെല്ലെ മെല്ലെ ട്രെയിൻ ചെയ്ത് വായിൽ നിന്നും മാറി പതുക്കെ മൂക്കിലൂടെ ശ്വാസം എടുക്കാനായിട്ട് അത് ഒരു ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ശീലമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനാറ്റമിക് ആയിട്ടുള്ള മൗത്ത് ബ്രീത്തിങ് ആണെങ്കിൽ അതിന് തടസ്സങ്ങളുണ്ടാകും. അതായത് മൂക്കിൽ എന്തോ ഒരു തടസ്സം ഇരിക്കുന്നതുകൊണ്ടാണ് കുട്ടി വായിലൂടെ ശ്വാസം എടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ മൂക്കിൽ എന്തെങ്കിലും ദശാവളർച്ച ആയിരിക്കും, അല്ലെങ്കിൽ മൂക്കിന്റെ പാലത്തിലുള്ള ഒരു വളവൊക്കെ ആയിരിക്കും. അപ്പോൾ ENT പ്രശ്നമാണെങ്കിൽ ആദ്യം ENT ഡോക്ടറിനെ കാണിച്ചിട്ട് ENT പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കണം. ENT പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷവും കുട്ടി വായിലൂടെ ശ്വാസം എടുക്കുന്നെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ലയൻസ് കൊടുത്തിട്ട് മൂക്കിലൂടെ ട്രെയിൻ ചെയ്യുക. കാരണം മൂക്കിൽ തടസ്സങ്ങളൊന്നുമില്ല, കുട്ടി അത് ഒരു ഇതുപോലെ ശീലം പോലെ വായിലൂടെ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ശ്വസിക്കുന്നതാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വായിൽ മൗത്ത് ബ്രീത്തിങ് കാരണം മോണവീക്കം, മൗത്ത് ബ്രീത്തിങ് ഇൻഡ്യൂസ്ഡ് ജിഞ്ചിവൈറ്റിസ്, മോണവീക്കം ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അത്തരത്തിലുള്ള ശീലങ്ങളുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ 5 വയസ്സിന് ശേഷം ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ് കൊടുത്ത് കറക്റ്റ് ചെയ്യണം, മറ്റ് രീതിയിലൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കനൈൻ വന്നതിന് ശേഷം, അപ്പോൾ ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ബൈറ്റ് ഉള്ള കുട്ടികൾക്കും, അതായത് ക്രോസ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ കീഴ്ത്താടിയുടെ പല്ലുകൾ കൂടുതൽ മുന്നിലോട്ട് ആഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ചില ദുശ്ശീലങ്ങളുള്ള കുട്ടികൾക്കും ആദ്യം തന്നെ കാണുന്ന മാത്രയിൽ തന്നെ ഒന്ന് ഡെന്റിസ്റ്റിനെ കാണിച്ച് ചികിത്സിക്കേണ്ട അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരു പെർമനന്റ് കനൈൻ കോമ്പല് വരുന്നവരെ ഒന്ന് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യാം. എപ്പോഴും നമുക്ക് ആ ഗ്രോയിങ് പീരീഡിൽ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറയും, അപ്പോൾ വളർച്ചാ കുതിപ്പുകൾ എന്ന് പറയും. അപ്പോൾ ചില ഏജുകളിൽ ഹോർമോണിന്റെ വ്യതിയാനം കാരണം നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് വളർച്ച വരുന്ന ഏജുകളുണ്ട്. അപ്പോൾ ആ ഏജിൽ തന്നെ നമ്മൾ കമ്പി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ട്രീറ്റ്മെന്റ് ആ ഗ്രോത്ത് സ്പേർട്ടിന്റെ ഒരു സഹായത്തോടെ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കമ്പി ഇടുമ്പോഴത്തേക്കും അതിന്റെ സക്സസ് റേറ്റ് എന്നല്ല, അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ കൂടുതൽ എടുക്കാറുണ്ട്. അതായത് എല്ലിന്റെ വളർച്ച കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഒന്നുകൂടി ഇൻഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ ഗ്രോയിങ് പീരീഡിലാണെങ്കിൽ ബോഡിയുടെ മൊത്തത്തിലുള്ള ആ ഒരു BMR ഒക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്രോത്ത് സ്പേർട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നത്. അതായത് കുട്ടികൾ കമ്പി ഇടുന്നത് ഓക്കെയാണ്. അതെ അതെ. ഇനി ഡോക്ടർ, നമ്മൾ ഈ പല്ല് എടുക്കുമ്പോഴേ ഈ വിസ്ഡം ടൂത്ത് ഉൾപ്പെടെയുള്ള പല്ല് എടുക്കുമ്പോൾ വേറൊരു പല്ല് വെക്കണം എന്ന് നിർബന്ധമുണ്ടോ? കാര്യം വലിയ ഈ വിടവ് വരും, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ. വിസ്ഡം ടൂത്തിന് പകരം വേറെ പല്ല് വെക്കേണ്ട ആവശ്യമില്ല. വിസ്ഡം ടൂത്ത് എന്ന് പറയുന്ന ഒരു വെസ്റ്റീജിയൽ ഇതായിട്ടാണ് പറയുക. വെസ്റ്റീജിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. അപ്പൊ അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഓർഗൻ ശരിക്കും ആവശ്യമില്ല, വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയും. അത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കളയും. അപ്പൻഡിസൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ വിസ്ഡം ടൂത്ത് ഒരു ആവശ്യമില്ലാത്ത ഓർഗനാണ്. അപ്പോൾ ചില ആൾക്കാരിൽ ഇപ്പം എനിക്കിപ്പോൾ 4 വിസ്ഡം ടൂത്ത് ഉണ്ട്, എന്നെ ഇതുവരെ അത് ബുദ്ധിമുട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് എൻ്റെ വായിലുണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ അത് എടുത്ത് കളയും. കാരണം അതിന് സ്പേസ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ താടിയെല്ലിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള, അതായത് വലിയ പല്ലായിരിക്കും, അതിനെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് താടിയെല്ലിനുണ്ടാവില്ല. അപ്പോൾ പല്ലിന്റെ കുറച്ച് ഭാഗമേ പുറത്ത് വരുവുള്ളൂ. അല്ലെങ്കിൽ മേൽത്താടിയിലെ പല്ലുകളാണെങ്കിൽ ചിലപ്പോൾ അത് കവിളിനോട് ചേർന്ന് വളരുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കവിളിൽ ഒരഞ്ഞിട്ട് മുറിവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന പല്ലാണെങ്കിൽ നമുക്ക് എടുത്തു കളയാം. വിസ്ഡം ടൂത്ത് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിസ്ഡം നഷ്ടപ്പെടില്ല. അതിന്റെ ചുമ്മാ ഒരു ജ്ഞാനപ്പല്ലെന്ന് പറയുന്നത് നമ്മുടെ ഒരു പണ്ട് കരുതി വെച്ചിരുന്നത് ഒരാളിന് 18 വയസ്സൊക്കെ ആകുമ്പോൾ വിസ്ഡം കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. 18 വയസ്സാണ് വിസ്ഡം വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഏതാണ്ട് വിസ്ഡം അറ്റൈൻ ചെയ്യുന്ന നമ്മുടെ ഒരു സ്കൂൾ ലെവൽ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ഒരു അത്യാവശ്യം ഒരു വിസ്ഡം എത്തിയെന്ന് അനുമാനിക്കുന്ന പ്രായത്തിൽ വന്നു തുടങ്ങുന്ന പല്ലുകളായതുകൊണ്ട് അതിനെ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നതേ ഉള്ളൂ. വിസ്ഡം ടൂത്ത് പോയെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും. പക്ഷെ മറ്റു പല്ലുകൾ പോയി കഴിഞ്ഞാൽ 5 ചോദിച്ച ചോദ്യം റെലവൻ്റ് ആണ്. ഒരു പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പോയ ഭാഗത്ത് പല്ല് വെക്കണം, ഒരു 3 മാസത്തിനുള്ളിൽ ആ പല്ല് വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ എന്ന് പറയും. ഒരു പല്ല് പോയി കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള 2 സൈഡിലുള്ള പല്ലുകൾ ഇങ്ങോട്ട് നീങ്ങി വരാം. ഇപ്പൊ താഴെയുള്ള പല്ലുകൾ പോയിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള പല്ല് താഴോട്ട് ഇറങ്ങി വരാം. തിരിച്ചാണെങ്കിൽ താഴത്തെ സുപ്രാ എറപ്ഷൻ എന്ന് പറയും. അപ്പോൾ അത് 3 മാസം കഴിയുമ്പോൾ ബൈറ്റ് കൊളാപ്സ് സംഭവിക്കും. പിന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഡയമെൻഷനിൽ പല്ല് വെക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഒരു ആംഗുലേഷനിലൊക്കെ ഒരു പ്രശ്നമുണ്ട്, ബൈറ്റിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഐഡിയലി വിത്തിൻ 3 months ഒരു ടൂത്ത് റീപ്ലേസ് ചെയ്യുന്നതാണ് മൊത്തത്തിലുള്ള
ടൂത്തിന്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത്. ഡോക്ടർ, വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്താണ് ഈ റൂട്ട് കനാലിംഗ് എന്ന് പറയുന്നത്? റൂട്ട് കനാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലർക്കും പേടിയുള്ള ഒരു കാര്യമൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. ഇപ്പം പിന്നെ എല്ലാവർക്കും അറിയാം റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണുബാധയുള്ള പല്ലിന്റെ വേരിന്റെ ഭാഗത്തിന്, വേരിന്റെ അകത്താണ് രക്തക്കൊഴിലുകളും നാഡീവ്യൂഹമൊക്കെ സ്ഥിതി ചെയ്യുന്ന ദന്തമജ്ജ അല്ലെങ്കിൽ ഡെന്റൽ പൾപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദന്തക്ഷയം ദന്തമജ്ജയിലോട്ടേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു അണുബാധയുള്ള ദന്തമജ്ജയെ പൂർണ്ണമായിട്ടും അണുമുക്തമാക്കി നീക്കം ചെയ്തിട്ട് അവിടെ തീർത്തും ജൈവ സൗഹാർദ്ദപരമായിട്ടുള്ള ഗട്ടാപർച്ച എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വേരിന്റെ അറ്റം വരെ അടച്ചെടുക്കുന്ന ചികിത്സാ രീതിയാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 അവസ്ഥകളിലാണ് റൂട്ട് കനാൽ ചെയ്യുന്നത്. ഒന്ന്, അണുബാധ നമ്മുടെ ഇനാമലും അതിൻ്റെ ഉള്ളിലുള്ള ഉൾക്കാമ്പായിട്ടുള്ള ദന്തവസ്തു എന്ന് പറയുന്ന ഡെന്റീനും കടന്ന് ഏറ്റവും ഉള്ളിലുള്ള ദന്തമജ്ജയിലോട്ട് കടന്ന് നമുക്ക് അസഹ്യമായിട്ടുള്ള ഒരു നീരോ പഴുപ്പോ വേദനയൊക്കെ ഉണ്ടാവുന്ന പൾപ്പൈറ്റിസ് അല്ലെങ്കിൽ ദന്തമജ്ജ വീക്കം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും റൂട്ട് കനാൽ ചികിത്സ ചെയ്യേണ്ടത് അനിവാര്യമാണ്. മറ്റൊന്ന്, ആക്സിഡന്റിന്റെ ഭാഗമായിട്ടോ നമ്മൾ എന്തെങ്കിലും കട്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് പല്ല് പൊട്ടിപ്പോകുന്നു, പല്ലിന്റെ ഒരു ഭാഗം പൊട്ടിപ്പോകുമ്പോഴും അതിനകത്തും ഈ പറഞ്ഞതുപോലെ പൊട്ടുന്നതിന്റെ ഭാഗമായിട്ട് പല്ലിന്റെ പൾപ്പ് എക്സ്പോസ് ആകുമ്പോഴത്തേക്കും അവിടെയും പെയിൻ ഉണ്ടാകുന്നു. അപ്പോഴും റൂട്ട് കനാൽ ചെയ്യാറുണ്ട്. ഇത് രണ്ടും പത്തോളജിക്കലി റൂട്ട് കനാൽ ആവശ്യമുള്ള കണ്ടീഷനാണ്. മറ്റൊന്ന് നമ്മളിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ എന്ന് പറയും, അല്ലെങ്കിൽ ഇന്റൻഷണൽ RCT എന്ന് പറയും. നിർബന്ധിതം എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹെൽത്തി ആയിട്ടുള്ള ടൂത്താണ്, പക്ഷെ ചിലപ്പോൾ നമ്മൾ ആ ഒരു 10 ടൂത്തിനെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു പല്ല് നഷ്ടപ്പെട്ട ഭാഗത്ത് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും സൗകര്യം. അപ്പോൾ അടുത്തുള്ള പല്ലുകൾ തൊടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ എല്ലിന്റെ അത്യാവശ്യം ഒരു ബോൺ മിനറൽ ഡെൻസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു അസ്ഥിക്ക് സാന്ദ്രത ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പല്ലിന് പകരം നമുക്ക് അതിനെ സ്ക്രൂ ചെയ്ത് വെക്കാം. പക്ഷെ അത് ചിലപ്പോൾ ഇച്ചിരി കോസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് കുറഞ്ഞ ഒരു വെർഷനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിക്സഡ് ഡെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പല്ല് നഷ്ടപ്പെടുമ്പോൾ തൊട്ടടുത്തുള്ള 2 പല്ലുകളുടെ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ 3 യൂണിറ്റ് ആയിട്ടായിരിക്കും പല്ല് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ക്യാപ്പ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ബ്രിഡ്ജ് കൊടുക്കാനായിട്ട് ഈ പല്ലിനെ രാഗി മിനുസപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ രാകുമ്പോൾ നമുക്ക് ഒരു ലൈവായിട്ടുള്ള ടൂത്ത് രാകുമ്പോഴത്തേക്കും അവിടെ വേദനയും പുളിപ്പും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിനകത്തൂടെ റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ടൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിലാണ് ആദ്യമേ നമ്മൾ ഒന്ന് റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം അതിനകത്തോട്ടേക്ക് ഈ ബ്രിഡ്ജ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ടൂത്തിൽ ചെയ്യുന്ന റൂട്ട് കനാലിനെയാണ് ഇന്റൻഷണൽ RCT എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ നമ്മുടെ പല്ല് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കേട് വരുന്ന സമയത്തും പൊട്ടൽ വരുന്ന സമയത്തുമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്.